ഏവർക്കും ശ്രീസ് ഫിസിക്സ് പ്രോബ്ലംസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ വിലയിരുത്താം ലെറ്റസസ് എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് പ്രോബ്ലംസൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സോൾവ് ചെയ്തത്. ഈ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ്, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കാം. 800 watt electrical device is designed to working 200 volt. What will be its power if the device is working in 100 volts? 800 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണം 200 വോൾട്ടിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഉപകരണം 100 വോൾട്ടിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പവർ എത്രയായിരിക്കും? ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അതിൽ തന്നിരിക്കുന്നത് നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 200 വോൾട്ട്, അതേപോലെ പവർ തന്നിട്ടുണ്ട് 800 വാട്ട്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് 100 വോൾട്ട് ആക്കിയാൽ പവർ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ കണ്ടുപിടിച്ചത് അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് റെസിസ്റ്റൻസ് ആയിരുന്നു. അതായത് ഈ ഉപകരണത്തിന്റെ, അതായത് ഈ അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആദ്യം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാൻ തന്നിരിക്കുന്നത് ബിയും പിയും ആണെങ്കിൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R = V²/P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V തന്നിരിക്കുന്നത് 200 ആണ്. അപ്പോൾ V² എന്ന് പറയുമ്പോൾ 200 × 200/P എന്ന് പറയുന്നത് 800 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഓം ആണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇതിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് പവർ വെൻ കണക്റ്റഡ് ഇൻ 100 വോൾട്ട്. 100 വോൾട്ടിൽ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ പവർ ആണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല P = V²/R ആണ്. അതായത് 100 വോൾട്ടിൽ ഉണ്ടാവുന്ന പവർ ആണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ Vക്ക് പകരം നമ്മൾ 100 കൊടുക്കാം. V² എന്ന് പറയുമ്പോൾ 100 × 100. R നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. R = 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വാട്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വോൾട്ടേജ് നേരെ പകുതി ആയാൽ, അല്ലെ, വോൾട്ടേജ് നേരെ ഹാഫ് ആയി കഴിഞ്ഞാൽ പവർ എന്തായി മാറും? 800 ഉള്ളത് എത്രയായി മാറി? 200 വാട്ടായിട്ട് മാറി. അതായത് 4/1 മാറി എന്ന് പറയാം നമുക്ക്, അല്ലെ. അതായത് വോൾട്ടേജ് നേരെ പകുതി ആയാൽ പവർ 4/1 കുറയും. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 100 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പവർ എത്രയായിരിക്കും? 200 വാട്ട്. അത് മാത്രമല്ല, ഇതിനെ 200 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 800. അതിനെ 100 വോൾട്ടിലാക്കിയാൽ, നേരെ പകുതി ആക്കിയാൽ അതിന്റെ പവർ എത്രയായി മാറി? 4/1 കുറഞ്ഞു, 200 വാട്ടായിട്ട് മാറി. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ. Electric bulbs are connected in a 240 volt supply line are shown in the figure. First question, what is the total wattage of appliances used in the circuit? Second question, calculate the amperage of the fuse to be used in the circuit. 240 വോൾട്ട് വിതരണ ലൈനിൽ ഇലക്ട്രിക് ബൾബുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ആകെ വാട്ടേജ് കണക്കാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപറേജ് കണക്കാക്കുക. അതിലേക്ക് നമുക്ക് പോവാം. ഇതിൽ തന്നിരിക്കുന്നത് ബൾബിന്റെ ഓരോന്നിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. 240 വോൾട്ടാണ് തന്നിരിക്കുന്നത്. അതിന്റെ പവർ തന്നിട്ടുണ്ട് 20 വാട്ടാണ് അതിന്റെ പവർ തന്നിരിക്കുന്നത്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ടോട്ടൽ വാട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളത്. അപ്പോൾ ടോട്ടൽ വാട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം പവർ തന്നിരിക്കുന്നത് 20 ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് 20 + 20 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 വാട്ട് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വാട്ടേജ് എന്ന് പറയുന്നത്. അത് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആംപറേജ് കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആംപറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല wattage/വോൾട്ടേജ് ആണ്. അതിൽ നമുക്ക് ടോട്ടൽ വാട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 60 വാട്ട് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം. 3 ബൾബും വർക്ക് ചെയ്യുന്നത് 240 വോൾട്ടിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആംപിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. അതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? 0.3 ആംപിയർ എന്ന് എഴുതാം. അതാണ് നമ്മുടെ ആംപറേജ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.3 ആംപിയർ. Power of an electric heater working in 230 volt is 1000 watt. Calculate the heat produced
if the current passes for 5 minutes through the circuit. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ 1000 വാട്ടാണ്. സർക്യൂട്ടിൽ 5 മിനിറ്റ് വൈദ്യുതി പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം കണക്കാക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് തന്നിരിക്കുന്നത് V ഈക്വൽ ടു 230 വോൾട്ടാണ്, പവർ ഈക്വൽ ടു 1000 വാട്ടാണ്, ടൈം 5 സെക്കൻഡ് ആണ്. അതിന് 5 ഇൻറ്റു എന്തായി 5 ഇൻറ്റു നമ്മൾ 60 സെക്കൻഡിലേക്ക് മാറ്റി നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റിൽ ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം, P ഈക്വൽ ടു H/T അല്ലേ. നമുക്ക് പിയും ടിയും ആണ് തന്നിരിക്കുന്നത്. അതാണ് ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എടുത്തത്. അതായത് പിയും എച്ചും ടിയും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P ഈക്വൽ ടു H/T ആണ്. അതിന് H കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് H ഇസ് ഈക്വൽ ടു P ഇൻറ്റു ടി അല്ലേ. അപ്പോൾ അങ്ങനെ P നമുക്ക് തന്നിട്ടുണ്ട് 1000 വാട്ട്, അത് കൊടുത്തു. ഇൻറ്റു ടി ഈക്വൽ ടു എത്രയാണ് 5 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 lakh ജൂൾ, അതായത് 3 ലക്ഷം ജൂൾ. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, an electric bulb has marking 110 volts 100 watt on it. First question, how much energy is used per second by the circuit? Second question, what is the resistance of electric bulb? ഒരു ഇലക്ട്രിക് ബൾബിൽ 110 വോൾട്ട് 100 വാട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർക്യൂട്ടിൽ ഒരു സെക്കൻഡിൽ എത്ര ഊർജ്ജം വിനിയോഗിച്ചു എന്ന് കണക്കാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈദ്യുത ബൾബിൻ്റെ പ്രതിരോധം എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, എനർജി പെർ സെക്കൻഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എനർജി പെർ സെക്കൻഡ് ആണ് നമുക്ക് പവർ എന്നറിയാം. അത് പവർ നമുക്ക് തന്നത് എത്രയാണ് 100 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനർജി പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് 100 ജൂളാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, അതായത് പവറും വോൾട്ടേജും തന്നാൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം P ഈക്വൽ ടു V സ്ക്വയർ ബൈ R, R ഈക്വൽ ടു V സ്ക്വയർ ബൈ P. V സ്ക്വയർ എന്ന് പറയുന്നത് V 110 ആണ്, 110 ആണ്. അപ്പോൾ ഈ V സ്ക്വയർ എന്ന് പറയുമ്പോൾ 110 ഇൻറ്റു 110 ബൈ P എന്ന് പറയുന്നത് 100 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 121 ഓം, 121 ഓം ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, if the resistance of two soldering irons working in 250 volt are 500 ohm and 750 ohm. First question, calculate which one of these will carry more current. Second question, find out which soldering iron has more power. Third question, calculate the heat produced in 5 minutes in the soldering iron having resistance 750 ohm. 250 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന രണ്ട് സോൾഡറിംഗ് അയണുകളുടെ പ്രതിരോധം 500 ഓം 750 ഓം വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതിനാണ് കൂടുതൽ കറണ്ട് എന്ന് കണക്കാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏത് സോൾഡറിംഗ് അയണിനാണ് കൂടുതൽ പവർ എന്ന് കണ്ടെത്തുക. തേർഡ് ക്വസ്റ്റ്യൻ, പ്രതിരോധം 750 ഓം ഉള്ള സോൾഡറിംഗ് അയണിൽ 5 മിനിറ്റിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം കണക്കാക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഏത് സോൾഡറിംഗ് അയണിലാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സോൾഡറിംഗ് അയണുകളാണ് തന്നിരിക്കുന്നത്. 500 ഓം റെസിസ്റ്റൻസ് ഉള്ളതൊന്ന്, 750 ഓം റെസിസ്റ്റൻസ് ഉള്ള മറ്റൊന്ന്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏതിലാണ് കൂടുതൽ കറണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫോർമുല I ഈക്വൽ ടു V ബൈ R ആണ്. V ഓൾറെഡി തന്നിട്ടുണ്ട്, 250 വോൾട്ട് ആണ്. അങ്ങനെ കൊടുക്കാം നമുക്ക്. I ഈക്വൽ വിക്ക് വരെ 250 വോൾട്ട് ബൈ R, ആദ്യത്തെ നമ്മൾ 500 ആണ് കൊടുക്കുന്നത്, 500 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആംപിയർ ഈക്വൽ ടു 0.5 ആംപിയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ 500 ഓം സോൾഡറിംഗ് അയണിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടി 0.5 ആംപിയർ. ഇനി നമ്മൾ 750 ഓം സോൾഡറിംഗ് അയണിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് ത്രൂ 750 ഓം. എന്താണ് ഫോർമുല? I ഈക്വൽ ടു V ബൈ R എന്നുള്ള ഫോർമുല തന്നെയാണ്. അതിൽ V ഈക്വൽ ടു എത്രയാണ്? 250 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബൈ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇപ്പോൾ നേരത്തെ 500 കൊടുത്തു, അതേ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് കൊടുക്കണം? നമുക്ക് 750 ഓം കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ ഈക്വൽ ടു 0.33 ആംപിയർ. ഇത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? റെസിസ്റ്റൻസ് കുറവുള്ളിടത്തായിരിക്കും കറണ്ട് കൂടുതൽ. ഓംസ് ലോ നമുക്ക് വഴി അറിയാവുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഏതിലാണ് കൂടുതൽ പവർ ഉണ്ടാവുന്നത്, ഏതിലാണെന്ന് ചോദിക്കുന്നത്. പവർ കൂടുതൽ ഉണ്ടാവുക ഏതിലാന്ന് നമുക്കറിയാം. ഓൾറെഡി എവിടെയാണോ സോൾഡറിങ് അയൺ ഹാസ് ലെസ് റെസിസ്റ്റൻസ്, കുറവ് റെസിസ്റ്റൻസ് ഉള്ള ആ സോൾഡറിങ് അയണിലായിരിക്കും പവർ കൂടുതൽ. അതിന്റെ റിലേഷൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. തേർഡ് ക്വസ്റ്റ്യനിൽ ഹീറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 750 ഓം ഉള്ള സോൾഡറിങ് അയണിലെ എന്താണ് ഹീറ്റ് 5 മിനിറ്റ് കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന 5 മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന ഹീറ്റാണ് നമ്മളത് താപമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് എടുക്കാം. H is equal to I square RT or H is equal to V square T by R. അതിൽ ഞാൻ ഏതെടുക്കുന്നു? H is equal to V square T by R ആണ് എടുക്കുന്നത്. അതിൽ V ഓൾറെഡി നമുക്കറിയാം 250 ഇൻറ്റു, അതായത് V സ്ക്വയർ ആയതുകൊണ്ട് 250 ഇൻറ്റു 250 ഇൻറ്റു ടിക്ക് പകരം നമുക്കറിയാം 5 മിനിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് സെക്കൻഡിലേക്ക് മാറ്റാണ് 5 ഇൻറ്റു 60 ബൈ R. R എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 750 ഓമിലുള്ള ഹീറ്റാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ആറിന് പകരം 750, ദാറ്റ് ഈസ് ഈക്വൽ ടു 25,000 ജൂൾ അല്ലെ, 25,000 ജൂളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, an electric heater working at 230 volt produces 1000 joule energy in 1 second. First question, what is the power of the lamp? Second question, calculate the resistance of the heating coil used in it. Third question, calculate the heat generated by it when it works for 5 minutes. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റർ ഒരു സെക്കൻഡിൽ 1000 ജൂൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാമ്പിൻ്റെ പവർ എത്രയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രതിരോധം കണക്കാക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, 5 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപം കണക്കാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് എ പവർ ഓഫ് ദ ലാമ്പ്. ലാമ്പിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ തന്നിരിക്കുന്നത് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഹീറ്റർ വർക്കിംഗ് അറ്റ് 230 വോൾട്ട് പ്രൊഡ്യൂസേഴ്സ് 1000 ജൂൾ എനർജി ഇൻ 1 സെക്കൻഡ്. അതായത് 1000 ജൂൾ എനർജി ഇൻ 1 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1000 ജൂൾ എനർജി ഊർജം എത്ര സെക്കൻഡിൽ? ഒരു സെക്കൻഡിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. അതായത് ഫോർമുല നമുക്ക് നോക്കാം. പവർ എന്ന് പറയുന്നത് ഈസ് എന്താണ്? എനർജി പെർ സെക്കൻഡ് അല്ലെ, ഊർജം ബൈ സമയമാണ്. പവർ എന്ന് പറയുന്നത് എത്രയാണ്? ഊർജം എനർജി നമുക്ക് തന്നിട്ടുണ്ട് 1000 പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ നമുക്ക് എഴുതാം 1000 ബൈ 1 ഈക്വൽ ടു 1000 വാട്ട് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ വി ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 230 ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് ഇതെടുക്കാം. R ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. കാരണം പി ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ വിയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ R ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്നുള്ള ഇക്വേഷൻ എടുത്താൽ വി സ്ക്വയർ എന്ന് പറയുന്നത് 230 അല്ലെ, ഇൻറ്റു 230. അതായത് വി 230 ആണ്. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുന്നത് 230 ഇൻറ്റു 230 ബൈ പി. പി എന്ന് പറയുന്നത് നമുക്ക് 1000 ആണ്, ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 52.9 ഓം, 52.9 ഓം. അടുത്ത ക്വസ്റ്റ്യൻ സി, നമ്മളത് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 5 മിനിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന ഹീറ്റാണ്, താപമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഫോർമുല മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള അതേ പ്രോബ്ലം തന്നെയാണ്, അതേ മോഡൽ പ്രോബ്ലം തന്നെയാണ്. H is equal to P into T. അതായത് P equal to H by T നിന്നുള്ള അതിൽ ആ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് H is equal to P into T കിട്ടുന്നത്. അതിൽ Pക്ക് നമുക്ക് എത്ര കൊടുക്കാം? 1000 ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. ഇൻറ്റു എത്രയാണ്? T എന്ന് പറയുന്നത് 5 സെക്കൻഡിലാണ്. അപ്പോൾ 5 മിനിറ്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് സെക്കൻഡിലേക്ക് മാറ്റണം. 5 ഇൻറ്റു 60 അതിന് സെക്കൻഡിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 lakh ജൂൾ അല്ലെ, 3 ലക്ഷം ജൂൾ. അതാണ് നമ്മുടെ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 2 bulbs of 500 watt and 100 watt are connected parallel in a circuit of 250 volt. First question, which bulb will have more brightness? Second question, through which bulb is current greater? Third question, find out the resistance of filaments in each bulb. Fourth one, which of these 2 bulbs will glow with more brightness if they are connected in series? Explain the reason. 250 വോൾട്ട് സർക്യൂട്ടിൽ 500 വാട്ട് 100 വാട്ട് എന്നിവയുടെ 2 ബൾബുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ബൾബാണ് കൂടുതൽ പ്രകാശത്തിൽ കത്തുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏത് ബൾബിലാണ് കൂടുതൽ കറണ്ട്? തേർഡ് ക്വസ്റ്റ്യൻ, ഫിലമെൻറ്റുകളുടെ പ്രതിരോധം കണ്ടെത്തുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ ബൾബുകളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബൾബിലായിരിക്കും കൂടുതൽ പ്രകാശ തീവ്രത? കാരണം വിശദീകരിക്കുക.
ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 500 വാട്ട് ബൾബാണ്. കാരണം ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ക്വസ്റ്റിനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് പാരലായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. 500 വാട്ടും അതേപോലെ തന്നെ 100 വാട്ട് 500 വാട്ടും അതേപോലെ 100 വാട്ട് ബൾബുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ ബ്രൈറ്റ്നെസ് എന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഏതിനാണോ പവർ കൂടുതൽ അതിനായിരിക്കും ബ്രൈറ്റ്നെസ് കൂടുതൽ ഉണ്ടാവുക. കാരണം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പവർ കൂടിയ ബൾബിന് ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ പവർ കൂടുതൽ B1 ആണ്, 500 വാട്ടാണ്, അതുകൊണ്ട് അതിനായിരിക്കും ബ്രൈറ്റ്നെസ് കൂടുതൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഏതിനാണ് കറണ്ട് കൂടുതൽ, ഏത് ബൾബിനാണ് കറണ്ട് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ബൾബ് വിച്ച് ഹാസ് പവർ 500 വാട്ട് 500 വാട്ട് പവർ ഉള്ള ബൾബിനാണ് കറണ്ട് കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇക്വേഷൻ നമുക്കറിയാം P = V × I. അതിൽ I ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. I = P/V ആണ് അല്ലെ. കറണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. I = P/V. അതിൽ P എവിടെയാണോ കൂടുതൽ അല്ലെ, ഏതിനാണോ P കൂടുതൽ അവിടെ ആയിരിക്കും കറണ്ട് കൂടുതൽ. P കൂടുതൽ ഏതാണ്, ബൾബ് B1 ആണ്, പവർ കൂടുതൽ B1 ആണ് കൂടുതൽ. അതുകൊണ്ട് 500 വാട്ട് അല്ലെ, B1 500 വാട്ടാണ്. 500 വാട്ട് പവർ ഉള്ള എന്താ പറയുന്നത് ഇതിൽ ബൾബിനായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക, കറണ്ട്. അതിലൂടെ ആയിരിക്കും കറണ്ട് കൂടുതൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 500 വാട്ട് ബൾബിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് R = V²/P എന്നുള്ള ഫോർമുല എടുക്കാം. നമുക്ക് അതിൽ V² എന്ന് പറയുന്നത് V നമുക്കറിയാം എത്രയാണ്, 250 ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 250 × 250 V² പകരം 250 × 250/P എന്ന് പറയുന്നത് അത് നമ്മൾ 500 ആണ് എടുക്കുന്നത്, 500 ആണ് എടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഓം 125 ഓം നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് 100 വാട്ട് ബൾബിലൂടെയുള്ള അല്ലെങ്കിൽ ആ 100 വാട്ട് ബൾബിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R = V²/P. V എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, എത്രയാണ്, 250 ആണ്. അപ്പോൾ V² എന്ന് പറയുമ്പോൾ 250 × 250/P. P എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര എടുക്കണം, നമ്മൾ 100 എടുക്കണം. കാരണം 100 വാട്ട് ബൾബിന്റെ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 625 ഓം. അപ്പോൾ ആദ്യത്തേന് കിട്ടിയത് 125 ഓം ആണ്, രണ്ടാമത്തേന് കിട്ടിയത് 625 ഓം ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഡി നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ ഡിയിൽ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ, ഇത്ര നേരം നമ്മൾ പാരലൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ഇനി ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഏത് ബൾബിനായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നെസ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 വാട്ട് ബൾബിനായിരിക്കും കൂടുതൽ എന്ത് നമുക്ക് കിട്ടുന്നത്, ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടുന്നത്. കാരണം കറണ്ട് വിൽ ബി ദ സെയിം ഇൻ സീരീസ്, നമ്മൾ പഠിച്ചതാണ്. കറണ്ട് സെയിം ആണ് എന്തില്, സീരീസ് കണക്ഷനിൽ അല്ലെ. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ബൾബ് വിൽ ഷൈൻ മോർ ബ്രൈറ്റ്ലി അല്ലെ. അതായത് ഏതിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്, നമ്മൾ ഹീറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും നമുക്കറിയാം. അപ്പൊ ഏതിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ഹൈ റെസിസ്റ്റൻസ് ബൾബ് വിൽ ഷൈൻ മോർ ബ്രൈറ്റ്ലി. റെസിസ്റ്റൻസ് കൂടുതലുള്ള ബൾബ് അല്ലെ ഏതാണോ അതിനാണ് എന്തുണ്ടാവുന്നത്, നമുക്ക് കൂടുതൽ എന്തുണ്ടാവുന്നത്, കൂടുതൽ ബ്രൈറ്റ്നെസ് ഉണ്ടാവുന്നത് ഇതില് സീരീസ് കോമ്പിനേഷനിൽ. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനാ നമുക്കറിയാം, നമ്മളിപ്പോ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു 100 വാട്ട് ബൾബിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, എത്രയാണ്, 625 ഓം. മറ്റേനോ 500 വാട്ടിന് എത്രയാണ്, 125 ഓം ആണ്. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഈ ബൾബിനാണ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നെസ് കൂടുതൽ. അപ്പൊ നമ്മൾ ആലോചിക്കണം ഇതിനാണ് റെസിസ്റ്റൻസ് കൂടുതലുള്ളതിനാണ് എന്തുണ്ടാവുന്നത്, നമുക്ക് സീരീസ് കോമ്പിനേഷനിൽ ബ്രൈറ്റ്നെസ് കൂടുതൽ ഉണ്ടാവുക എന്നത് ആലോചിക്കുക. ഓക്കെ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.